പുറത്ത് ഞാൻ പുറത്തു പോണ എന്റെ പുറത്ത് കയറണം. പുറത്തമ്മ. ആരമ്മ? 3-4 കൊല്ലായില്ലേ എന്റെ മുതലിൽ നിന്ന് എന്റെ കൂടെ. എനിക്ക് അങ്ങനെ ഒരു അമ്മ ഉണ്ടോ? മരത്തലയും നസ്രാണി. ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആഗ്രഹം? പണ്ട് ആഗ്രഹം മൂത്ത് കയറ് പൊട്ടിച്ച് വേലി ചാടി എന്നെ പലിശയായി ഞാൻ. കുഞ്ഞമ്മ എന്നാ കുട്ടിക്കാലത്ത് ആ പെണ്ണുങ്ങൾ എന്നെ കൊണ്ട് വിളിപ്പിച്ചിരുന്നത്. വലിയ മനുഷ്യന്മാരെ പറ്റിക്കാം, അത് മിടുക്ക്. അത് ഞാനും ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ കുഞ്ഞുമക്കളെ പറ്റിക്കരുത്. ആ തള്ള എന്താ കരുതിയത്? ഞാൻ വല്ല ഓവുചാലിലും വീണ് ചത്തുപോകുന്നോ? ഇപ്പൊ എന്റെ മോന്നമ്മലൊരു മീശൻ കീശയിൽ കാശ് പോയപ്പോ എന്തേ വരണമെന്നറിയോ? പിരിക്കാൻ, വാടക പിരിക്കാൻ. ഗർഭപാത്രത്തിന്റെ ഒരു 10 മാസം ഞാൻ ആ തള്ളയുടെ വയറ്റിൽ കിടന്നിട്ടുണ്ട്. അതിന്റെ വാടക ഇറങ്ങിയിരിക്കാ തള്ള. വാടക ഇനത്തിലേക്ക് ഒരു 100 റുപ്യ, നമ്മുടെ വക സൗജന്യം ഒരൊറ്റ ഉറുപ്പ്യം. അങ്ങനെ ഒരു 101 വീശിട്ട് വിട്ടോളാൻ പറ വണ്ടി. ഏതമ്പലത്തിലേക്കാന്ന് വെച്ചാ പോട്ടെ. 101 എത്ര പൈസ നമ്മൾ തിന്നു തൂറിപ്പോണതാ പോയി. അവിടെ ആകെ നട്ടപ്രാന്തെടുത്തിരിക്കുക, കാശും കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാലും വരില്ല, മുഖം തരില്ല. ഒരമ്മയും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണല്ലോ ഞാൻ എന്റെ കുട്ടിയോട് ചെയ്ത്. എന്നെ കാണാൻ വരില്ല. അവനിപ്പോഴും ആ പഴയ നിറമൊക്കെ ഉണ്ടോ? ആ, തൊലിപ്പുറത്താ നിറമൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്റെ കുട്ടിയുടെ അകവും പുറമൊക്കെ ഒരുപോലെയാ. അതങ്ങനെ തന്നെയാ എന്നും. ആരോരും ഇല്ല എന്റെ കുട്ടിക്ക്. ഉപേക്ഷിച്ചു പോകരുത് കേട്ടോ. നല്ലോണം നോക്കണം. ഹലോ, ആ കുഞ്ഞല ഹാജിയാണോ? ആ ഇക്ക, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന വിനയനാണ്. 68. കൊണ്ടോട്ടിയിൽ എവിടെ? അത് നിങ്ങളെ മൊബൈലില് ഒരു തട്ടാം ഭാസ്കരൻ വിളിച്ച് പറയും. ആയിക്കോട്ടേക്ക. पकड़ो उसको।
അതൊക്കെ. ഞാൻ ആരാ മൂസേ വിളവൻ? കാശെവിടെ? ഓഫീസിലെത്തിക്കാം സേഫായിട്ട്. ഇനി എത്രയും വേഗം നിന്റെ ബോംബെക്കാർ കോഴിക്കോട് വിട്ടോളുക. അറിയാലോ അസീസ് ആരാണെന്ന്. ഹാജി. വിസിറ്റേഴ്സിനുള്ള സമയം കഴിഞ്ഞു. എന്റെ സമയം ഇപ്പൊ ആയതേ ഉള്ളൂ. വേണ്ട, കിടക്ക് കിടക്ക്. ഡോക്ടർ എന്തു പറഞ്ഞമ്മേ? പരിശോധനയെ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. 2-3 എക്സ്റേയുടെ ഫോട്ടോ എടുത്തു. നെഞ്ചിടിച്ച് കലക്കിയിട്ടില്ലേ മതിയായിരുന്നു എന്റെ കുട്ടിയുടെ. 68 ലക്ഷം ഉറുപ്പിയ പോകാനുള്ളതാണെങ്കിൽ പോട്ടറാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി. മോനെ, 1000 റുപ്യക്ക് അച്ഛനെ കൊല്ലണ ഈ കാലത്ത് മോനെ പോലെ ഒരാള്. ഏയ്, പണം വരും പോവും, ഇനിയും വന്നോളൂ. പാവം, ഇവനാകെ ചാർജ് പോയി കിടക്കുക. ഒന്ന് റീചാർജ് ചെയ്യണം. നമുക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല. ക്യാൻറ്റീനിൽ പോയി നല്ലോണം കഴിക്കുക. അമ്മയ്ക്കറിയാലോ, ഇവന് മസാല ദോശ ഇഷ്ടം. 2 എണ്ണം ഇങ്ങോട്ട് എടുത്തോളൂ, ഞാൻ ഉണ്ട് ഇവിടെ. അസിസ്ക, ഹേയ്, സാരമില്ല, പണമല്ലേ. ആർക്കാ അത് ഇഷ്ടമല്ലാത്തത്? ആർക്കാ അത് വേണ്ടാത്തത്? പറയ്, എവിടാ എന്റെ പണം? അസിസ്ക, പറയടാ, ഞാൻ പറയ്. ആരാ നിന്റെ പുറയില്? ആർക്കു വേണ്ടിയാ നീ കളി കളിച്ചത്? പറഞ്ഞോ, ആർക്കു വേണ്ടിയാ? ഇതിൽ നിനക്കെന്ത് കിട്ടി? എത്രയാ നിന്റെ പങ്കെന്ന്? ദൈവസത്യം എനിക്കറിയില്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അതെങ്കിൽ തന്നേക്ക് സിസ്റ്ററെ, ഞാൻ കൊടുത്തോളാം. മൂന്നേ ദിവസം എന്റെ കാശ് എന്റെ കാൽക്ക് കൊണ്ടുവച്ചിരിക്കുന്നേ. ഇല്ലെങ്കിൽ നിന്റെ ശവം നിന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും മുമ്പിൽ ഞാൻ കൊണ്ടുവച്ചിരിക്കും. വിനയ, കല്ലായി അസീസിന്റെ കണ്ണിച്ചോരയില്ലായ്മ നിനക്ക് നന്നായിട്ട് അറിയാലോ. 3 ദിവസം എന്ന് പറഞ്ഞാൽ 3 ദിവസം. അത് തെറ്റിച്ച 4ാമത്തെ ദിവസം അസീസ് നിന്റെ ചീട്ട് കയറും. എന്നുവെച്ച കല്ലായിപ്പുഴയിലോ അറബിക്കടലിലോ തിരഞ്ഞാലും കിട്ടില്ല നിന്റെ ശവം. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്ത് ചെയ്യാൻ ഉദ്ദേശം? മഹേന്ദ്രൻ അറിയാലോ, അച്ഛൻ മരിച്ചതി പിന്നെ ഈ വീട് പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി എന്നെ ചേച്ചിയൊന്ന് കെട്ടിച്ചയക്കാൻ. കണ്ണി കണ്ട ജോലിയൊക്കെ ചെയ്തു നോക്കിയിട്ടും നുള്ളിയൊപ്പിച്ച് തോറ്റി നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ അസീസ്കയുടെ കൂടെ. കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചിരുന്ന ഒരച്ഛന്റെ മോനാ. ഒരാളുടെ 1 റുപ്യ, ഒറ്റ റുപ്യ പോലും ഭാസ്കരൻ മാഷ് മോൻ പറ്റിക്കില്ല. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒറ്റ വഴിയുള്ളൂ. ഞങ്ങൾ 4 തീരെ. അനിയ, അങ്ങനെയൊന്നും പറയല്ലടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി. അസീസിനോട് കളിക്കാൻ സേഫായിട്ടുള്ളൊരു വഴി. പരുന്ത് പുരുഷോത്തമൻ. അമ്മേ, കാലം എത്രയാ എന്റെ കുഞ്ഞച്ചാ? മാനമര്യാദക്കൊരു ബോൾ അടിക്കാനും പിടിക്കാനും പഠിപ്പിക്കുന്നു. അതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ, ഒന്നും പഠിക്കാൻ പറ്റില്ല. ഈ രംഗത്ത് ഇനിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതെനിക്കൂല. പക്ഷെ രാവിലെ കുറച്ചു നേരം വ്യായാമം ചെയ്താൽ മനസ്സിനും ശരീരത്തിനും ഒരു ഉഷാറുണ്ടാവും. പിന്നെ ആരുടെ മെക്കിട്ട് കയറാനും തന്തക്ക് വിളിക്കാനും ഒരു എന്താ പറയാ ആവതുണ്ടാവും. വാ, ഇപ്പൊ കാണിച്ചുതരാം. രാവിലെ ഇപ്പോ ദോശ ഇഡ്ലിയാ അതോ അപ്പം മുട്ടെ? ഇഡ്ഡലി കൂടിയാലും ദോശ കുറയ്ക്കണ്ട.
അപ്പം മുട്ട റോസ്റ്റും ആയിക്കോട്ടെ. ഉപ്പുമാവും പഴവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ? ഗോതമ്പ് ഉപ്പുമാവും പഴവും പുഴുങ്ങിക്കോളും. ഹോ, ഇയാൾ ഇനി എന്നാണാവോ എന്നെ പുഴുങ്ങി തിന്നാൻ പോണത്?